94 ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 95-ൽ സാറ് എല്ലാവരെയും പോസ്റ്റ് ചെയ്യും. ഡോക്ടർ പുനിതൻ, ഡോക്ടർ ഖാദർ, അങ്ങനെയുള്ള ഒരുപാട് ടീം വന്നു. അപ്പോൾ എല്ലാവരും കൂടെ ടീം വർക്കായിട്ട് നല്ലവണ്ണം ജോലി ചെയ്യും, രാത്രിയും പകലും. പിന്നെ പേഷ്യൻസ് വരും, ലേബർ റൂമിൽ കേസുണ്ട്, സർജറി ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ ഉറങ്ങാതെ 24 hours ജോലി ചെയ്ത സമയങ്ങളെ ഞാൻ ഓർക്കും. അതുപോലെ തന്നെ നമുക്കൊരു ബ്ലഡ് ബാങ്ക് ഇല്ല, ഒരു സാധനവും ഇല്ല. ഒരുപക്ഷെ ഞാൻ ഡിസ്പോസിബിൾ ആർട്ടിക്കിൾസ് ഒക്കെ വെച്ചിട്ടാണ് ജോലി ചെയ്തിട്ട് വന്നത്. ഇവിടെ ഡിസ്പോസിബിൾ നീഡിലിൻ്റെ സ്റ്റെറിലൈസറിലിട്ട് തിളപ്പിച്ചാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റെറിലൈസറൊന്നും നമ്മൾ CMCയിലൊന്നും ഉപയോഗിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇവിടെ വന്ന് അതൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ സാറ് പുരോഗമനത്തിലോട് ചിന്തിക്കും, നമുക്കത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം, അങ്ങനെ ഓരോരോ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. എപ്പോഴും ഓർക്കും, ഒരുപക്ഷെ ഡോക്ടർ ബെന്നറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ഇല്ല, അത് നമുക്ക് പറയാം. അന്നത്തെ കാലം ഓർക്കുമ്പോൾ പിന്നെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജുകളായിരുന്നു. ആദ്യം ജീരിയാട്രിക് കോഴ്സ് തുടങ്ങി, അതിനായിട്ട് സർവേ എടുക്കും. അപ്പോൾ സർവേ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരെ സെലക്ട് ചെയ്തു, അവരെ പഠിപ്പിക്കും. അവർക്ക് എങ്ങനെ നിങ്ങൾ സർവേ ചെയ്യണമെന്നൊക്കെ അവർക്ക് പഠിപ്പിച്ച് കൊടുത്തു. അങ്ങനെ ജീരിയാട്രിക് കോഴ്സ് തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പഠിക്കാനായിട്ട് വെല്ലൂർ പോയി. വീണ്ടും ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ വീണ്ടും ഒരുപാട് വളർച്ച എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇവിടെ ജീരിയാട്രിക് കോഴ്സ് അന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജനറൽ നഴ്സിംഗിൻ്റെ കോഴ്സ് തുടങ്ങുന്നതിനുള്ള ആരംഭം, അതിനുള്ള ഇൻസ്പെക്ഷൻ എല്ലാം നടക്കുകയായിരുന്നു. അന്ന് ഈ സ്ഥാപനം സൗത്ത് കേരള മെഡിക്കൽ മിഷൻ്റെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് കുണ്ട്ര നഴ്സിംഗ് സ്കൂളും ഇതിനോടൊപ്പമായിരുന്നു സൗത്ത് കേരള മെഡിക്കൽ മിഷൻ്റെ. അവിടെ ട്യൂട്ടറില്ല. അത് കാരണം ഞാൻ BSc നഴ്സിംഗ് പഠിച്ചത് കൊണ്ട് എന്നെ കുണ്ട്ര സ്കൂൾ ഓഫ് നഴ്സിംഗിലോട്ട് വിട്ടായിരുന്നു. പിന്നെ 2002 ഇവിടെ BSc നഴ്സിംഗ് തുടങ്ങി. ആ സമയത്ത് ഞാൻ MSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ പോയി. അവിടെ നിന്ന് MSc നഴ്സിംഗ് പഠിച്ചതിന് ശേഷം വീണ്ടും ഞാൻ 2006 ഈ സ്ഥാപനത്തിൽ തിരിച്ചു വന്നു. മെഡിക്കൽ മിഷനാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ തിരിച്ച് കോളേജ് ഓഫ് നഴ്സിംഗിൽ ജോയിൻ ചെയ്യാനായിട്ട് തന്നത്. ഈ സ്ഥാപനം ഒരുപാട് വളർന്നു. 2 കാര്യം മനസ്സിലാകും. ഒന്ന്, ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ ഇല്ലാതിരുന്നെങ്കിൽ ഈ സ്ഥാപനം ഒരിക്കലും ഇങ്ങനെ ആകത്തില്ല. 2, ഡോക്ടർ ബെനറ്റ് എബ്രഹാമിൻ്റെ സ്ഥിരോത്സാഹം. സാർ എപ്പോഴും എല്ലാവരും പഠിക്കണം, നല്ലത് വരണം, അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു ടീം വർക്കായിട്ട് എല്ലാവർക്കും ചെയ്യാനുള്ള അവസരം കൊടുക്കും. അത് കാരണം ഈ സ്ഥാപനം ഇത്രയും വളർന്നു. മെഡിക്കൽ കോളേജായി, ഒരുപാട് കോഴ്സസ് ഇവിടെ വന്നു. നമ്മൾ വിചാരിക്കാത്ത തന്നെ ഒത്തിരി കോഴ്സസ്. നഴ്സിംഗ് ആണെങ്കിലും BSc നഴ്സിംഗ് കഴിഞ്ഞ് MSc നഴ്സിംഗ്, ഓപ്പറേഷൻ റൂം നഴ്സിംഗ്, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സസ് എല്ലാം വന്നു. വളരെ അഭിമാനമുണ്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച്. ഈ സ്ഥാപനം മാത്രമല്ല, ഇതോടൊപ്പം ഈ ദേശം വലുതായി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ 1994 വരുമ്പോൾ നമുക്ക് ഒരു സാധനം ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ അവസ്ഥ മാറി. ഇത് ഒരു സിറ്റി പോലെ ആയിത്തീർന്നു. അതിനെല്ലാം കാരണം ഈ സ്ഥാപനം തന്നെയാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഈ സമൂഹത്തെയും ഈ ദേശത്തെയും വളർത്തി എന്നുള്ളതാണ്. ഡോക്ടർ ബെന്നറ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഡോക്ടേഴ്സ് ജോയിൻ ചെയ്ത്. ഞാൻ 1994 ഇവിടെ വന്നപ്പോൾ 10 സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ഥാപനത്തിൽ 1000-ലേറെ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ട്. അനേകം കുടുംബങ്ങൾക്ക് ഈ സ്ഥാപനം ഒരു അത്താണിയാണ്. ഇതിന് വിത്ത് പാകിയത് ഡോക്ടർ ബെനറ്റ് എബ്രഹാം തന്നെയാണ്. അത് ചരിത്രം ഒരിക്കലും മറക്കത്തില്ല, ഈ നാട് മറക്കത്തില്ല, എക്കാലവും ഓർമ്മിക്കും. അദ്ദേഹത്തിന് എൻ്റെ എല്ലാ ഭാവങ്ങളും നേരും.